1980കളിലെയും 90കളിലെയും സൂപ്പർ ഹിറ്റ് സിനിമകളുടെ എല്ലാം പിന്നണിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി. സത്യൻ അന്തിക്കാടിൻ്റെയും പ്രിയദർശൻ്റെയും സിബി മലയിലിൻ്റെയും ഫാസിലിൻ്റെയും ഒക്കെ ഏറ്റവും വിജയിച്ച സിനിമകൾ പലതിൻ്റെയും പിന്നണിയിൽ പ്രവർത്തിച്ച കലാസംവിധായകൻ. അദ്ദേഹമാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ള അതിഥി. താളവട്ടം, ചിത്രം, വന്ദനം, കിലുക്കം, നാടോടിക്കാറ്റ്, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, ഭരതം, കമലദളം, മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്നിങ്ങനെ ലിസ്റ്റെടുത്താൽ തീരാത്തത്ര സിനിമകളുടെ കലാസംവിധായകനായി പ്രവർത്തിച്ച ശ്രീ കെ കൃഷ്ണൻകുട്ടി, സ്വാഗതം. ഈ കലാസംവിധാന രംഗത്തേക്ക് കടന്നു വന്നത് ഒരു കലാസംവിധായകനാകണമെന്ന ആഗ്രഹത്തോടെ സിനിമയിലെത്തിയത് കൊണ്ടാണോ അതോ ആകസ്മികമായിട്ട് വരികയായിരുന്നോ? തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും ഒരു കലാസംവിധായകനായി മാറണം എന്ന് വിചാരിച്ചിരുന്നതല്ല. ഞാൻ ചെറുപ്പം വരെ നന്നായിട്ട് ചിത്രം വരയ്ക്കുമായിരുന്നു. മനോരമയുടെ കാർട്ടൂണുകളും അതും ഇതൊക്കെ എൻ്റെ വീടിൻ്റെ പുറംവാതിലുകളിലെല്ലാം ഞാൻ വരയ്ക്കുന്ന ഒരു സ്വഭാവം അന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാരെല്ലാം ഇങ്ങനെ കളിയാക്കും. ഇങ്ങനെ അന്നത്തെ കാർട്ടൂണൊക്കെ ഞാനിങ്ങനെ വരച്ച് വെക്കുമ്പോഴത്തേന് ഈ പകുതി ബ്ലൗസും സാരിയൊക്കെ കുടിച്ച് അങ്ങനത്തെ കാർട്ടൂൺസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരച്ച് വെക്കുമ്പോഴത്തേന് എല്ലാവർക്കും ഭയങ്കര കളിയാക്കലായിരുന്നു. അങ്ങനെ ഞാനൊരു വലിയ ചിത്രകാരനായി നാട്ടിൽ മാറി. പക്ഷേ കോളേജിലൊക്കെ പഠനം തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് രചനയോട് പിന്നെയും കുറേ കൂടെ ആഭിമുഖ്യം തോന്നുകയും ഞാൻ കോട്ടയത്ത് ഞങ്ങളുടെ അടുത്തുള്ള വാസനാഴ്സ് എന്ന് പറഞ്ഞാൽ കോട്ടയമാണ് സ്വദേശം, കോട്ടയം പുതുപ്പള്ളി. അത് പുതുപ്പള്ളി. അന്നത്തെ ഫേമസ് ചിത്രകാരൻ ആയിരുന്നു വാസനാഴ്സ് എന്ന് പറഞ്ഞാൽ. അന്നത്തെ സിനിമകളുടെ മുഴുവൻ കട്ടൗട്ടുകളെല്ലാം അതിഭയങ്കരമായ കട്ടൗട്ടുകളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന വാസനായിരുന്നു. മദ്രാസിലേക്കും എല്ലാ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ അയച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഈ ചിത്രരചന പഠിക്കാനായിട്ട് തുടങ്ങി. കോട്ടയത്ത് 70കളിലാണോ? 70 ലാസ്റ്റ്. അങ്ങനെ പഠനം തുടങ്ങിയിട്ടാണ് പിന്നെ ഞാൻ ഫൈൻ ആർട്സിലേക്ക്, അപ്പോഴാണ് ഈ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ട്രിവാൻഡ്രത്ത് തുടങ്ങുന്നതെന്ന് അറിയുന്നതും അങ്ങനെ അവിടെ ചേരുന്നു. ചേർന്ന് കുറേ കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാമ്പത്തിക സ്ഥിതി ഭയങ്കര മോശമായിരുന്നത്. അവിടുത്തെ സാമ്പത്തിക സ്ഥിതി, എൻ്റെ സാമ്പത്തിക സ്ഥിതി അത് മോശമായിരുന്നതുകൊണ്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല അവിടെ. അങ്ങനെ അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്ന് കോളേജ് ഓഫ് ഫൈനാൻസ് പോയതിൻ്റെ ഒരു ഓർമ്മയൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ വീട്ടിൽ ചിത്രരചനയൊക്കെ എടുക്കുന്ന സമയത്താണ് എൻ്റെ നാട്ടുകാരനായ PN പീതാംബരൻ എന്ന് പറഞ്ഞൊരു മാന്യദേഹം ഉണ്ടായത്. പുള്ളി മരിച്ചു കേട്ടോ. പുള്ളിക്കാരന് KSRTC ജോലി ചെയ്യുന്നു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നിനക്ക് സിനിമയിൽ പോകാൻ പറ്റിയില്ലേ? ഞാൻ സിനിമയെന്ന് പറഞ്ഞാൽ ഞാനന്ന് സിനിമയുടെ ഒരു ഷൂട്ടിങ് കണ്ടിട്ടില്ല. സിനിമ തിയേറ്ററിൽ പോയി കാണുന്നല്ലാതെ അതിൻ്റെ ഷൂട്ടിങ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മേക്കിംഗ് എന്ന സാധനമൊന്നും അറിയത്തില്ല. അപ്പം പറഞ്ഞ് എനിക്ക് സിനിമയെക്കുറിച്ചൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ സിനിമ ചെയ്യുന്ന അല്ല, നീ ഇപ്പോൾ ചെല്ലേ, നിനക്ക് ഭയങ്കരമായിട്ട് ചെത്തും പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 1-2 പേരെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ സഹപ്രവർത്തകനായിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ നോവലിസ്റ്റും PR ചന്ദ്രൻ എന്നും പറഞ്ഞ് പഴയ സിനിമകൾ, കുറേ സിനിമകളൊക്കെ ചെയ്ത ആളാണ്. എഴുത്തുകാരനായ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി. പുള്ളിയുടെ ഒന്നിച്ച് ഒരു ഓഫീസിൽ വർക്ക് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റർ വെച്ചാണ് ഞാൻ നേരെ മദ്രാസിലേക്ക് പോകുന്നത്. അവിടെ എസ്കോനാട് അന്ന് ഭയങ്കര കുടികുത്തി നിൽക്കുന്ന കലാസംവിധായകനായിരുന്നല്ലോ അക്കാലത്തെ പ്രശസ്തനായ കലാസംവിധായകൻ. അതെ. എനിക്കും അദ്ദേഹത്തിനെ കേട്ടുകേൾവിയുള്ളൂ, എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. പക്ഷേ പുള്ളി ഒരു 2 ലെറ്റർ തന്നു. ഭരതനും കൊന്നനാട് 2 ലെറ്റർ തന്നു. ആദ്യം കൊന്നനാടിൻ്റെ വീട്ടിൽ ചെന്നു. 12 സിനിമ മറ്റോ അന്ന് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുക. അറ്റ് എ ടൈമിൽ പല ടൈപ്പുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ അദ്ദേഹത്തിനെ വീട്ടിൽ പോയി കണ്ടു. ഞാൻ വരച്ചൊക്കെ കാണിച്ചു. പുള്ളിക്ക് ഇഷ്ടമായി. പുള്ളി പറഞ്ഞത് ഒരു കാര്യം, അന്ന് അലാവുദ്ദീനും അത്ഭുതങ്ങളൊക്കെ വന്ന സിനിമയുടെ ഷൂട്ടിങ് സത്യ സ്റ്റുഡിയോയിലും അവിടെ മറ്റുള്ള സ്ഥലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നോട് നാളെ രാവിലെ ഇങ്ങോട്ട് നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ പുള്ളി അന്നും പിറ്റേ ദിവസം ഈ വരച്ച പടങ്ങളെല്ലാം കണ്ടു. കണ്ട് അതിനെക്കുറിച്ച് കുറേ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. പുള്ളിക്ക് താല്പര്യമായെന്ന് തോന്നുന്നു. അതായിരിക്കുമല്ലോ പിറ്റേ ദിവസം ചെല്ലാൻ പറയുന്നത്. ഞാൻ സാധാരണ ജോലിക്ക് പോകുന്ന പോലെ പിറ്റേ ദിവസം രാവിലെ സ്വാമിയേട്ടൻ്റെ വീട്ടിൽ ചെന്ന്, ഞങ്ങൾ സ്വാമിയേട്ടാണ് വിളിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് പുള്ളി അന്നേരം കുറേ നേരം വെയിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളിക്ക് വണ്ടി വന്നു. അദ്ദേഹത്തിന് കാറ് വന്നു. ആ കാറിൽ ഞാൻ ഫ്രണ്ടിൽ കയറി, പുറകിൽ സ്വാമിയേട്ടനും കയറി. നേരെ ഞങ്ങൾ സത്യ സ്റ്റുഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ സ്റ്റുഡിയോ ഒന്നും കണ്ടിട്ടില്ല. എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ, എന്താണ് ഷൂട്ടിംഗ് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല. 10-12 കിലോമീറ്റർ ദൂരെയാണ് സത്യ സ്റ്റുഡിയോ.
അവിടെ 4-5 ഫ്ലോറും ആയിരക്കണക്കിന് ആൾക്കാരും ഒക്കെ ആയിട്ട് ഭയങ്കര ഷൂട്ടിങ് തിരക്ക് പിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഞങ്ങളുടെ ഒരു 10-15 മണിയായപ്പോഴത്തേക്കിന് സ്റ്റുഡിയോയിൽ ചെന്ന് ഫ്ലോറിൻ്റെ വാതിൽക്കൽ തന്നെ വണ്ടി നിന്ന് നിർത്തിയാണ്. സാധാരണ നമ്മുടെ ഗ്രീൻ റൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിരിക്കും നിർത്തുക. പക്ഷെ അങ്ങനെ സമയത്തിനായതുകൊണ്ട് ഫ്ലോറിൻ്റെ മുമ്പിലോട്ട് തന്നെ വണ്ടി നിർത്തി. എനിക്ക് ഇത് ഫ്ലോറാണെന്നോ ഷൂട്ടിങ് നടക്കുകയാണെന്നോ അതങ്ങനത്തെ ധാരണയൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ഷൂട്ടിങ് കാണുകയാണ്, ഇതിൻ്റെ സെറ്റപ്പ് മുഴുവൻ ഞാൻ ആദ്യം അറിയുന്നതാണ്. അപ്പോൾ സ്വാമിയേട്ടൻ ഇറങ്ങി അകത്തോട്ട് പോയി, ഞാനും പുറകെ ഇറങ്ങിപ്പോയി. അല്ല പിന്നെ അവിടെ ഇപ്പോൾ എന്ത് ചെയ്യാനെന്ന് എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല. ഷൂട്ടിംഗ് അപ്പം നടക്കുന്നുണ്ടായിരുന്നോ? ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇൻ്റർവെൽ ടൈമായിട്ട് കഴിഞ്ഞ സമയം ഷൂട്ടിങ് കഴിഞ്ഞ് അടുത്ത ബ്രേക്ക് ഷോട്ട് മാറ്റുന്നതിൻ്റെ സമയമായിരുന്നു. എനിക്കതൊന്നും അറിയത്തില്ല. അപ്പം ഇപ്പോൾ ഒത്തിരി പേര് അവിടെ എനിക്ക് ഇരുട്ടൊക്കെയാണ്, ഇതുപോലൊക്കെ ഇരുട്ടൊക്കെ ആയിട്ട് എനിക്ക് പകുതി കണ്ടുകൂടാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പരിസരം എല്ലാം ഒന്ന് വീക്ഷിച്ച് വെച്ചിങ്ങനെ എന്തൊക്കെയാണ് നടക്കുന്നത്. ഞാൻ ആദ്യം ഷൂട്ടിങ്ങാണ്, ഞാൻ എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്ക് തന്നെ പിടിയില്ല. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിലൊന്ന് വീക്ഷിച്ച് വെച്ച് അങ്ങനെ നിന്ന് ഇതാണ്. അപ്പം ജയഭാരതിയും കമലഹാസനൊക്കെ നല്ല ഡ്രസ്സിലൊക്കെ ഇട്ട് നിൽക്കുക. പകുതി ആദ്യമായിട്ടായിരിക്കുമല്ലോ കാണുന്നത്. ആദ്യമായിട്ട് കാണുക. അന്നത്തെ ഡ്രസ്സെന്ന് പറഞ്ഞാൽ മറക്കച്ചൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുക. അതെല്ലാം എൻ്റെ ശ്രദ്ധ അതാണ്. മൊത്തത്തിൽ ഈ ഡ്രസ്സും കാര്യങ്ങളും എൻ്റെ പ്രായം അതാണ്. അപ്പോൾ അതൊക്കെ കണ്ട് നിൽക്കുക. അല്ലാതെ ഷൂട്ടിങ്ങിൻ്റെ വേറെ ടെക്നിക്കൽ പഠിക്കുക എന്നുള്ള സംഭവമല്ല. അതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേന് തന്നെ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് എന്നെ പറയുന്ന ഒരാൾ വിളിച്ചു. അപ്പോൾ സ്വാമിയേട്ടൻ പറഞ്ഞിട്ട് പുള്ളി ബാക്കിൽ മാറിയിരിക്കുക, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അങ്ങനെ പകുതിക്ക് പോയി നിൽക്കരുത്, അത് ഷൂട്ടിങ്ങിനെ ബാധിക്കുന്ന, ബാക്കിൽ വന്ന് നിന്ന് കണ്ടോളാം, എന്നിട്ട് കണ്ട് പിടിച്ചോളാൻ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇങ്ങനെ ലൈറ്റൊക്കെ ഉണ്ടെന്നുള്ള കാര്യം തന്നെ അപ്പോഴാണ് കാണുന്നത്. ബാക്കിൽ നിന്ന് ലൈറ്റ് അങ്ങനെ ഒരു നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അറിയാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെയാണ് നമ്മുടെ ഒരു ബിഗിനിങ് ഷൂട്ടിങ് കാണുന്ന, അല്ല ഷൂട്ടിങ്ങിൻ്റെ ഒരു ബിഗിനിങ് എല്ലാം കണ്ട് പഠിക്കുന്ന അവിടെയാണ്. അതാണ് എൻ്റെ ഒരു ആദ്യത്തെ സിനിമ അനുഭവം എന്ന് പറയുന്നത്. ഈ അലാവുദ്ദീൻ അത്ഭുത വിളക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ ഈ ഷൂട്ടിംഗ് ഇങ്ങനെ കണ്ടു നിൽക്കുകയും പഠിക്കുകയും മാത്രമാണ് ചെയ്തത്, അത് എന്തെങ്കിലും ജോലി ഏൽപ്പിക്കുകയുണ്ടായോ? 2-3 വർഷക്കാലം ഷൂട്ടിങ് നടന്ന ഒരു സിനിമയാണ് അലാവുദ്ദീൻ അത്ഭുത. അന്നത്തെ ഏറ്റവും മെഗാ സിനിമാസ്കോപ്പിന് ആദ്യത്തെ 2 സിനിമാസ്കോപ്പിൽ ഒന്നാമത്. സിനിമാസ്കോപ്പിലെ തച്ചോളിയമ്പവും ഈ അലാവുദ്ദീൻ അത്ഭുതവിളക്കുമാണ് ആദ്യത്തെ പടങ്ങൾ. ഒരേ സമയത്ത് രണ്ടും ഷൂട്ടിങ് തുടങ്ങിയ പടങ്ങൾ. ഇത് രണ്ടും ഞാൻ വർക്ക് ചെയ്തതാണ്. അതെ, അത് അലാവുദ്ദീൻ അത്ഭുതവിളക്ക് ഇടയ്ക്കൊന്ന് ബ്രേക്കായിരുന്നു. അങ്ങനെ കമലഹാസന് രജനീകാന്തിന് ഇടയ്ക്കൊരു മല്ലാഴിയൊക്കെ വന്നിട്ട് അങ്ങനെ ഇച്ചിരി ബ്രേക്കൊക്കെ ഉണ്ടായ സമയത്ത് അപ്പോൾ ഞാൻ മറ്റേതും വർക്ക് ചെയ്തു, അമ്പവും വർക്ക് ചെയ്തു. അങ്ങനെ അപ്പോൾ ഈ സമയത്ത് എൻ്റെ ഫസ്റ്റ് പടം തന്നെ ഈ വലിയ സിനിമാസ്കോപ്പാണ്. സിനിമാസ്കോപ്പിലാണ് 2 സിനിമാസ്കോപ്പ് വർക്ക് ചെയ്യാൻ പറ്റും, 370 വർക്ക് ചെയ്യാൻ പറ്റി. അതിൽ പടയോട്ടയും വർക്ക് ചെയ്തു. അതെൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട്. അതും എസ് കോന്നനാടാണ് എൻ്റെ മെയിൻ ആള്. നമ്മളെ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് മെയിൻ അസിസ്റ്റൻ്റായിട്ട് ഭാഗ്യം സിദ്ധിച്ചു എന്നുള്ളൊരു വലിയൊരു സംഭവമാണത്. ഈ കലാസംവിധാനം എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ പ്രേക്ഷകർക്ക് അതിൽ എന്തൊക്കെ ഭാഗങ്ങൾ വരുമെന്ന് അറിയില്ല. പലരും ധരിച്ചിരിക്കുന്നത് ഒരു സെറ്റ് ഇടുക, ആർട്ടിഫിഷ്യലായിട്ടൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യൽ മാത്രമാണ് കലാസംവിധാനം എന്നാണ്. ശരിക്കും ഈ പറഞ്ഞ പുരാണ സിനിമകളിലൊക്കെ അത് തന്നെയായിരിക്കും കൂടുതലും ചെയ്തിട്ടുണ്ടാവുക, അല്ലേ? എന്നാൽ അതല്ലാതെ സിനിമകളുണ്ടല്ലോ, ഇപ്പോൾ ഉദാഹരണത്തിന് റിയലിസ്റ്റിക്, ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു ലൊക്കേഷൻ ആണെങ്കിൽ അവിടെ കലാസംവിധാനം എന്തൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുക? ആ കഥയ്ക്ക് ചേർന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യേണ്ടി വരും? അല്ല, കലാസംവിധാനം എന്ന് പറഞ്ഞാൽ സിനിമയുടെ എല്ലാമാണ്. എല്ലാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കഥ കൺസെപ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്ത പാർട്ട് ഫോട്ടോഗ്രാഫി, അതെങ്ങനെ എടുക്കുന്നു എന്നുള്ളത് ഫോട്ടോഗ്രാഫി കഴിഞ്ഞതിൻ്റെ എല്ലാം കലാസംവിധാനം അല്ലേ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഒരുക്കുന്നത് മുതൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നത് കലാസംവിധാനമാണ്. അതായത് ആ സിനിമയുടെ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയിരിക്കണം, ആ കഥയിൽ പറയുന്നത് പോലെ എന്ന് തീരുമാനിക്കുന്നത് മുതൽ ആ സ്ഥലത്തുണ്ടാകേണ്ട സർവ്വ പ്രോപ്പർട്ടികളും അവരുപയോഗിക്കുന്ന സർവ്വ ഉപകരണങ്ങളും അത് എവിടെ ആയിരിക്കണമെന്ന് പോലും, എവിടെയായിരിക്കും നാട്ടിൽ. അതെ ഒരു കഥയോ അല്ലെങ്കിൽ ഒരു കത്തോ എഴുതുന്ന സീനാണെങ്കിൽ ആ കടലാസും പേനയും മുതൽ അതെങ്ങനെയിരിക്കണം, ആ പേന എന്നത് അത് ഏത് മേശയിലായിരിക്കണം, മേശ എങ്ങനെയായിരിക്കണം, മേശയ്ക്ക് വിരി വേണോ, ഇങ്ങനെ സർവ്വ കാര്യങ്ങളും തീരുമാനിക്കുന്നതും അറേഞ്ച് ചെയ്യുന്നതും ഈ കലാസംവിധാനം ടീമാണ്, അല്ലേ? ഇത് പ്രേക്ഷകർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അല്ല, അത് മിക്കവാറും പ്രേക്ഷകർക്ക് അറിയാൻ വയ്യാത്തൊരു സത്യമാണ്. കാരണം ഇത് അതിൻ്റെ ഒരു അത് ആ കലാസംവിധാനം ചെയ്തിരിക്കേണ്ട കാര്യമാണത്. അത്രയും കാര്യങ്ങൾ അതിൻ്റെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് മനസ്സിലാക്കി ചെയ്യണം. അതായത് ഒരു സിനിമ നിങ്ങൾ കാണുമ്പോൾ ആ സിനിമയുടെ ആ സ്ക്രീനിൽ കാണുന്ന ഒരു മുറിയിലെ സർവ്വ സാധനങ്ങളും, ചുവരിലെ കലണ്ടർ മുതൽ ജനൽ കർട്ടൻ മുതൽ
അവിടെ ഇരിക്കുന്ന ഓരോ ചെറിയ ഉപകരണം പോലും കലാസംവിധായകൻ്റെ അറിവില്ലാതെ അവിടെ വരില്ല അല്ലേ? വരില്ല. ആ സംവിധായകനും കൂടെ ചേർന്ന്, അല്ലെ ക്യാമറമാനും ചേർന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ് അവിടെ വരുന്നത് മുഴുവൻ. ഇതെല്ലാം ഒരു കൂട്ടായ ചിന്തകളിലാണെങ്കിലും അതിൻ്റെ ഒരു എപ്പോഴും മുഖ്യധാരയിൽ കലാസംവിധായകനായിരിക്കണം. അതെ, കാരണം അവൻ്റെ ഒരു ചിന്തയിൽ നിന്നാണ് ഇക്കാര്യങ്ങളൊക്കെ വരേണ്ടത്. അതാണ് ഒരു കലാസംവിധായകൻ്റെ റോള്, സിനിമയിലുള്ള റോൾ. ഓക്കെ. പക്ഷേ ആദ്യകാല സിനിമകളിൽ കൂടുതലും സെറ്റ് വർക്കുകളൊക്കെ ആയിരുന്നല്ലോ കൂടുതൽ. അതെ. അന്ന് നമ്മൾ പുറം നാട്ടിലേക്ക്, അതായത് സത്യമായിട്ടുള്ള നാടുകളിലേക്ക് പോയി ഷൂട്ടിംഗ് വളരെ കുറവായിരുന്നല്ലോ. സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് ആകുമ്പോൾ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കണം. പണ്ടത്തെ കിണർ കപ്പി തൊട്ടി ഇങ്ങനെയുള്ള സംഭവം എല്ലാം നമ്മൾ അന്ന് ഉണ്ടാക്കി. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ബിഗിനിങ് സമയത്ത് ഷൂട്ടിങ്ങിനുള്ളപ്പോൾ നമ്മൾ നസീർ സാറിൻ്റെ കാലഘട്ടത്തിലുള്ള ഓരോ സെറ്റ് ഇട്ടിട്ട് അവിടെ കിണറും കപ്പി എല്ലാം ഉണ്ടാക്കി വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള എല്ലാ സെറ്റിട്ട് ആണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നീടാണ് മാറി റിയലിസ്റ്റിക് ആയുള്ള സംഭവത്തിലേക്ക് വന്നത്. ആദ്യ സ്വതന്ത്ര കലാസംവിധായകനായി മാറിയ ചിത്രം ഏതാണ്? ആലപ്പി അഷ്റഫിൻ്റെ ഒരു മാടപ്രാവിൻ്റെ കഥയെന്ന സിനിമ. തമാശ പ്രത്യേകതയാണ് ആദ്യമായിട്ട് സ്വതന്ത്രമായിട്ട് കലാസംവിധായകനാകുന്നത്. ആലപ്പി അഷ്റഫിനെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്കൊരു പരിചയമില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം? ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ സിനിമ ചെയ്യാനുള്ള ആഗ്രഹത്തിൽ എസ് കുന്നാടിനൂടെ കത്തി നിൽക്കുകയായിരുന്നു. എനിക്ക് അന്ന് സത്യം പറഞ്ഞാൽ അന്ന് തുടക്കവും ഭയങ്കര കത്തലായിരുന്നു. കാരണം ഇത് എസ് കുന്നനാടിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ചില്ലറ കാര്യമൊന്നുമല്ല. ഇത് സാധാരണ ഒരു മനുഷ്യന്, ഒരു ചിത്രകാരനൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇന്നത്തെ ആളുകൾക്ക് ചിലപ്പോൾ ഈ എസ് കുന്നനാടിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷേ അന്നത്തെ സൂപ്പർ സ്റ്റാർ ആണ് കലാസംവിധായകൻ. അന്ന് എസ് കുന്നനാടില്ല ഒരു സിനിമ നടക്കരുത്, എല്ലാ സെറ്റ് ഇട്ട് അങ്ങനെയുള്ള രീതിയിൽ കൂടെ അത് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പടയോട്ടം വരെയുള്ള സിനിമകളൊക്കെ അതിൻ്റെ കലാസംവിധാനം നിർവഹിച്ച ആദ്യത്തെ സിനിമാസ്കോപ്പ്, ആദ്യത്തെ സിനിമ 70mm സിനിമ, ഇതിൻ്റെയൊക്കെ കലാസംവിധായകനായിരുന്ന ആള് എത്രയോ സിനിമകളുടെ കലാസംവിധായകനായിരുന്നു ശ്രീ എസ് കൊന്നനാട് അല്ലേ? അതെ. ഏകദേശം എത്ര സിനിമകൾ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തിട്ടുണ്ടാവും? അദ്ദേഹത്തെ കൊണ്ട് 10-40 വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് അതിപ്പോൾ 1 by 1 ആയിട്ട് ഇങ്ങനെ ചെയ്ത് പോയിട്ടാണ് അങ്ങനെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ എത്ര പേരുണ്ടാവും ഒരേ സമയം? അസിസ്റ്റൻസ് മാത്രം ഒരു 10-15 പേരുണ്ടാവും. പെയിൻറ്റർ, ഇങ്ങനെയുള്ള കാർപ്പൻറ്റർ, മോൾഡർമാർ, ഇങ്ങനെയുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. ശരി. അതൊക്കെ ഈ ചെന്നൈയിൽ നിന്നാണോ ഇതിനുള്ള? അന്ന് ചെന്നൈയിൽ നിന്നായിരുന്നു. ഇന്നിപ്പം ഇപ്പോൾ എറണാകുളത്തെ സംഘടനയൊക്കെ കൊണ്ട് ആൾക്കാരുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. പക്ഷേ ഇപ്പോഴും ഒത്തിരി പേരെയൊക്കെ മദ്രാസ് വലിയ സെറ്റുകളൊക്കെ വേണ്ടി വന്നാൽ ഇപ്പോഴും ചെന്നൈയിൽ തന്നെ വിളിക്കുന്നത്. അത് നമ്മൾ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലും ചെന്നൈയിലേക്ക് കിട്ടുള്ളൂ. ഇവിടെ അത്ര കുറവാണ്. ചെന്നൈയിലേക്ക് പോയതിനു ശേഷം പിന്നെ പണിയില്ലാതെ തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നിട്ടില്ലെന്ന്? ഇല്ല, വന്നിട്ടില്ല. അവിടെ തന്നെ പണിയോടുകൂടി തന്നെ വന്നിട്ടുള്ളൂ. അപ്പം ഇത് അല്ലാത്ത സമയങ്ങളിൽ ടൈറ്റിൽ കാർഡ് തന്നെ ഇഷ്ടം പോലെ. പാമണി സാറിനൊക്കെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. ടൈറ്റിൽ കാർഡ് തന്നെ എഴുതാനായിട്ട് വന്നപ്പോൾ അങ്ങനെ വിളിച്ചാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ഈ കലാസംവിധായകനായിട്ട് വർക്ക് ചെയ്യാത്ത സിനിമകളുടെ ടൈറ്റിൽ കാർഡ് എഴുതിയിട്ടുണ്ടാവും? എഴുതിയിട്ടുണ്ട്. അന്ന് ഈ മദ്രാസിൽ എവിടെയായിരുന്നു താമസമൊക്കെ? അന്ന് ഞാൻ വടപഴനിയിലായിരുന്നു. വടപഴനി ഞാൻ വാഗിനി സ്റ്റുഡിയോ ബാക്കിൽ കുറച്ച് ആയിട്ട് സ്ഥലത്തിലാണ് അന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് എമ്പുരാൻ എന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു ഹൈപ്പ് നമുക്കുണ്ടാകുമെന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു 80കളുടെ തുടക്കത്തിൽ വലിയ ഹൈപ്പ് ഉണ്ടാക്കിയ സിനിമയായിരുന്നു പടയോട്ടം. നവോദയയുടെ പടയോട്ടം. താരനിബിഡമായ സിനിമ, വൻ ബഡ്ജറ്റിലുള്ള സിനിമ, വലിയൊരു എപ്പിക് സ്റ്റോറി തന്നെ. 70mm ആദ്യത്തെ 70mm അല്ലേ? അതെ. അപ്പോൾ അതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുമ്പം കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അത് ഭയങ്കര ചരിത്രമാണ്. 2-3 വർഷക്കാലം അതിൻ്റെ പുറകെ നിന്ന് വർക്ക് ചെയ്ത് അധ്വാനിച്ചതിൻ്റെ ഒരു സംഭവം ഉണ്ട് അതിനകത്ത്. ഇതെവിടെയായിരുന്നു ഇതിൻ്റെ ലൊക്കേഷനൊക്കെ? ലൊക്കേഷൻ മലമ്പുഴ ഡാമിലായിരുന്നു അതിൻ്റെ 90% ഷൂട്ടിങ്. റിസർവറും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ സെറ്റും എല്ലാം. അവിടെ എല്ലാ കെട്ടിടങ്ങളെല്ലാം സെറ്റ് ഇട്ടതാണോ? കൊട്ടാരങ്ങളും അമ്പലങ്ങളും എല്ലാം നമ്മൾ സെറ്റ് ഇട്ടതാണ്. അപ്പോൾ കോലത്തിരി പാലസ്, നമുക്ക് അതിനകത്ത് മെയിൻ കൊട്ടാരം, അതിൻ്റെ താഴെയുള്ള ഫ്ലോട്ടിംഗ് പാലസ്, നസീർ സാറ് പുറത്തുനിന്ന് വരുന്ന ഒരു കപ്പൽ, അത് പിന്നെ അതിൻ്റെ അടുത്തുള്ള അമ്പലങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങൾ. ആ ടൗൺഷിപ്പ് മുഴുവൻ അന്ന് സെറ്റിട്ടതാണ് അത്. അവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം ഈ കൊട്ടാരവും കാര്യങ്ങളും എല്ലാം സെറ്റിലാണ് രായും പകലുമുള്ള ഷൂട്ടിങ്ങെല്ലാം നടക്കുന്നത്. ഈ കപ്പൽ എന്ന് പറഞ്ഞാൽ അത് മൂവ് ചെയ്യുന്ന കപ്പലായിരുന്നു? അതെ. അതൊരു അന്നത്തെ ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം എല്ലാവരും വന്ന്, കാഴ്ചക്കാരും എല്ലാം വന്ന്, അത് വളരെ കുറേ 100-150 ഡ്രംസ് കെട്ടി അത് എയർ ടൈറ്റായിട്ട് കെട്ടിയിട്ട് അതിൻ്റെ പുറത്താണ് നമ്മൾ ഈ കപ്പൽ നിർത്തിയിരുന്നത്. ബാരലുകൾ അത് ഇങ്ങനെ ഡാമിൽ കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ ഉണ്ടാക്കിയായിരുന്നു. അത് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് കയർ പൊട്ടിപ്പോവുകയും കംപ്ലീറ്റ് ആൾക്കാരുമായിട്ട് അക്കരയ്ക്ക് പോവുകയൊക്കെ ചെയ്ത് ഒഴുകിപ്പോയി. ഷൂട്ടിങ്ങിനിടയ്ക്ക്. കാരണം ഇത് കാറ്റും മഴയും ഉണ്ടായ ഒരു സംഭവം, ഭയങ്കരമായിട്ട് കൊടുങ്കാറ്റ് പോലത്തെ കാറ്റൊക്കെ ഉണ്ടായ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു ആ സമയത്ത് ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക്. അപ്പം
ആൾക്കാരെല്ലാം ഒത്തിരി പേര് കുതിരകളും ഒക്കെ ഇതിൻ്റെ പുറത്ത് നിൽക്കുന്ന സമയത്താണ് ഈ ഭയങ്കരമായ കാറ്റ് വന്നിട്ട് ഈ കയറ് പൊട്ടിപ്പോയി. വട്ടം പോലെ സ്ഥലത്തെ വലിച്ച് നിർത്തിയിരുന്നത് ഡാമിൽ. പക്ഷെ ഇത് പൊട്ടിപ്പോയിട്ട് അക്കരയ്ക്ക് നേരെ അങ്ങ് പോയി. അപ്പോൾ അതിനകത്ത് ആളൊക്കെ ഉണ്ടാവില്ലേ? ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ നേരെ അക്കരയ്ക്ക് പോയി. അക്കരെ അവിടെ പോയി ഇടിച്ച് നിന്ന്. പിന്നെ അതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി വലിച്ചാണ് ജീപ്പൊക്കെ ടക്ക് ചെയ്ത് വലിച്ചാണ് ഇക്കരയ്ക്ക് കൊണ്ടുവന്നത്. അങ്ങനത്തെ വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഷിപ്പിലാണ് നസീർ സാറ് പുറം നാട്ടിൽ നിന്ന് ഇതിലേക്ക് വരുന്നത്, നമ്മുടെ കഥയിലേക്ക് വരുന്നത്. അങ്ങനത്തെ ഒരു ഷിപ്പായിരുന്നു അത്. അന്നത്തെ ഒരു വിചിത്ര ജീവി എന്ന് പറയാൻ പറ്റുന്ന, സാധാരണ കാണാത്ത ഒരു സാധാരണ ഷിപ്പും അല്ല, എന്നാൽ ഒരു വീടുമല്ല. അങ്ങനത്തെ ഒരു പൊസിഷനിലുണ്ടാക്കിയ സമയത്തിൻ്റെ പ്രത്യേക വൈഭവത്തിലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. പിന്നീട് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് സത്യനന്ദിക്കാടിൻ്റെ സിനിമകളായിരിക്കും. അതെ അതെ അതെ. സത്യനന്ദിക്കാടിനെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? ഞാൻ ഒരു ദിവസം സുധീറിനെ പോയി കാണുന്നു. സുധീർ താമസിക്കുന്ന മുരളി മൂസിൻ്റെ രാമേന്ദ്രൻ സാറുമായിട്ട് താമസിക്കുന്നിടത്ത് പോയി ഞാൻ കണ്ട് അവിടെ ഇങ്ങനെ കാര്യങ്ങളും പറഞ്ഞു. അദ്ദേഹത്തിന് ഇഷ്ടമായി. അങ്ങനെയാണ് പുള്ളിയുടെ അടുത്ത പടത്ത് മുതൽ അപ്പുണ്ണി കറക്റ്റ് അപ്പുണ്ണിയിലാണ് ഞാൻ സത്യേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതിനൊരു സെറ്റിലും കാര്യമൊക്കെ സെറ്റൊക്കെ ഇടണമായിരുന്നു. കോഴിക്കോട്ടുള്ള ഒരു ബഹദൂർക്ക വർക്ക് ചെയ്യുന്നൊരു ചായക്കടയുണ്ട്. ആ ചായക്കടയുടെ സെറ്റും ഒക്കെ ഇട്ട് പിന്നെ അങ്ങനെ 1 by 1 ആയിട്ട് ഓരോന്നോരോന്ന് അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ ചായക്കട ഇടുക എന്ന് പറഞ്ഞാൽ ഒരു കുന്നിൻ്റെ ചെരുവിൽ ഉള്ളൊരു മുട്ടക്കുന്ന് പോലുള്ള സംഭവത്തെ ഒരു സെറ്റ് ഇടുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവമൊക്കെ പറഞ്ഞു. ഇതുപോലെ നല്ലൊരു അവിടെ ഒരു 3 കൂടിയ പുഴ വരുന്ന സ്ഥലമുണ്ട്, കടത്താക്കി മാറ്റണം എന്നൊക്കെ പറഞ്ഞ് സത്യേട്ടൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കടവൊക്കെ നമ്മളുണ്ടാക്കി ചായക്കട സെറ്റ് ഇട്ടു. ചായക്കട സെറ്റ് അത് എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത സംഭവമാണ്. സത്യേട്ടൻ്റെ ആദ്യ പടത്തിലെ സംഭവമാണ്. അപ്പം ബദൂർക്ക വന്ന് തന്നെ അത് വേറൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ട് ഒരു 11 മണിയായപ്പോഴാണ് ഈ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് അതിശയിച്ചു പോയി. കാരണം ഇത് ആരോടാണ് നമ്മളിത് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്, കാരണം അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചെയ്തതുകൊണ്ട് ഇത് ആരുടെ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ചായക്കടയാണെന്നൊക്കെ ചോദിച്ചല്ലേ. നമ്മളിത് ആരുടെയല്ല നമ്മൾ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പുള്ളി അങ്ങ് ഇതായി. അത്രയ്ക്ക് റിയലിസ്റ്റിക് സംഭവത്തായിട്ട് നമ്മളങ്ങ് ചെയ്തത്. ഒരു കടവൊക്കെ കറക്റ്റായിട്ട് 3 കൂടിയ കടവൊക്കെ ഉണ്ടാക്കി ചായക്കടയൊക്കെ കറക്റ്റായിട്ട് ചെയ്ത സംഭവം അതൊരു എനിക്കും വലിയ മനസ്സിന് സന്തോഷം തന്നൊരു സംഭവമൊക്കെയാണ്. സത്യനന്ദിക്കാടിൻ്റെ തന്നെ പിന്നെ ടി പി ബാലഗോപാലനമ്മ, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, നാടോടിക്കാറ്റ്, ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ആ 80കളിൽ പുറത്തിറങ്ങിയ മിക്കവാറും എല്ലാ സിനിമകളുടെയും കലാസംവിധായകനായിരുന്നു തോന്നുന്നു അല്ലേ. പിന്നീട് പ്രിയദർശൻ്റെ സിനിമകളിലെ ഒരു സ്ഥിരം കലാസംവിധായകനായി മാറിയല്ലോ. പ്രിയദർശൻ്റെ ഏത് സിനിമയിലാണ് ആദ്യം വർക്ക് ചെയ്യുന്നത്? ആദ്യമായിട്ട് പൂച്ചക്കൊരു മൂക്കുത്തിയാണ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ചില സാങ്കേതികമായ തടസ്സങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കോഴിക്കോട് നിന്ന് വരാനായിട്ട് ഞാൻ ഓൾറെഡി അത് വർക്ക് ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ എല്ലാവരും കൂടി ചെയ്തായിരുന്നു. ഞാനുമായിട്ട് സംസാരിക്കുന്നത്. പക്ഷേ കോഴിക്കോട് അന്ന് ഞാൻ ഇത്തിരി തിരക്കുള്ള ഒരു സമയമായിരുന്നു. അപ്പം കോഴിക്കോട് നിന്ന് സത്യേട്ടൻ്റെ ഒരു പടത്തിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരത്ത് വന്നു വിടാനുള്ള ഒരു ദിവസത്തെ കാലതാമസം കൊണ്ട് അത് വേറൊരാൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. ശേഷം അതിനടുത്തുള്ള പടം മുതൽ എല്ലാ സിനിമകൾക്കും ഞാനാണ് കുറേ കാലങ്ങളോളം ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നത് താളവട്ടമൊക്കെ അതിനകത്ത് ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന സിനിമകളാണ്. അതെ അതെ അതെ. ഊട്ടിയിലാണ് വർക്ക് ചെയ്തത്. അത് മുഴുവൻ സെറ്റാണ്. ആ ഹോസ്പിറ്റലൊക്കെ സെറ്റ് ഇട്ടതാണ്. കാരണം നമ്മളത് താളവട്ടത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് പ്രിയേട്ടൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാം പെട്ടെന്നാണ് തീരുമാനിക്കുന്നത്. അതായത് പിന്നെ കിലുക്കം വരെ അങ്ങനെയാണ്. പെട്ടെന്നൊക്കെ തീരുമാനിച്ചിട്ട് നമ്മളൊന്ന് പെട്ടെന്ന് സെറ്റിട്ടേക്കാം. ചിലപ്പോൾ നമ്മൾ പോലും അറിയത്തില്ല നമ്മൾ സെറ്റിടാം എന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ സെറ്റിട്ടേക്കാം എന്ന് പറയും. അല്ല, അതിന് പറ്റിയ സ്യൂട്ടബിൾ ആയ ഒരു ആശുപത്രി കെട്ടിടം കിട്ടാത്തതുകൊണ്ടാണോ? എൻ്റെ ഒരു ഐഡിയയൊക്കെ വേറെ നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിൽ മാറ്റം ഉണ്ടായിട്ടുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഇതിലേക്ക് അതിൻ്റെ ഫ്രെയിംസ് ഒന്നും വരാത്തത് കൊണ്ടായിരിക്കാം. അവിടെ നമുക്കൊരു പിന്നെ ഈ മറ്റേ പൊട്ടിക്കലും കാര്യങ്ങളും പിന്നെ കുറച്ച് അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരുമ്പോൾ അത് സാധാരണ ഒരു പൊസിഷൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കൊണ്ടായിരിക്കാം നമുക്കത് സെറ്റിലാവെന്നും പറഞ്ഞ് അവിടെ ഒരു YMCA ഹാള്, ഊട്ടിയിലുള്ളൊരു YMCA ഹാൾ എടുത്തിട്ട് നമുക്കതങ്ങ് ഹോസ്പിറ്റലിലെ ജനറൽ വാർഡായിട്ട് അവിടെ അങ്ങ് സെറ്റ് ചെയ്തു. കാരണം അവിടെ ഈ ഒത്തിരി മറ്റേ സ്ലാപ്സ്റ്റിക് വർക്കുകൾ ഒത്തിരി ചെയ്യുന്നുണ്ടല്ലോ. കാരണം നമ്മൾ ഈ പൊട്ടിക്കുക, ഓടുക, പിടിക്കുക എന്നുള്ള സാധനങ്ങളൊക്കെ വരുമ്പോഴത്തെ അത് സാധാരണ ഒരു ഹോസ്പിറ്റൽ ചിലപ്പം അനുവദനീയമായെന്ന് വരിക. അതുകൊണ്ടായിരിക്കാം പുള്ളി അങ്ങനെ തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ എന്നിട്ട് സെറ്റിട്ട് ഫ്ലോർ വരെ നമ്മൾ ആ ഒരു വുഡൻ ഫീലിങ്സ് എല്ലാം കൊണ്ടാക്കി ചെയ്ത്
വന്ദനത്തിനും ഏതാണ്ട് പൂർണ്ണമായിട്ട് സെറ്റ് ഇട്ടല്ലേ ചെയ്തേ? വന്ദനം പൂർണ്ണം സെറ്റായിരുന്നു. അത് നമ്മൾ മദ്രാസിലെ വാഹിനി സ്റ്റുഡിയോയിൽ കംപ്ലീറ്റ് സെറ്റായിരുന്നു. അത് വാഹിനി കാരണം ഈ തെരുവുകൾ പോലും സെറ്റായിരുന്നു. അതെ അതെ അതെ, അത് ഒറ്റ തെരുവിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ ബാംഗ്ലൂരിലുള്ള സ്ട്രീറ്റിൽ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ലാപ്സ്റ്റിക് വർക്കുകളും അതും ഇതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റിട്ടാലേ അത് വർക്ക് ചെയ്യാൻ പരിപൂർണമായ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ എന്ന് പുള്ളിക്കും തോന്നിയോണ്ടായിരിക്കും അത് സെറ്റിലാണെന്ന് വെച്ചത്. വാഹിനിയിലെ ഒരു അവിടുത്തെ ഇപ്പം ഹോസ്പിറ്റലിരിക്കുന്ന മൈതാനം കംപ്ലീറ്റ് നമ്മൾ അത് ഒരു സ്ട്രീറ്റാക്കി, അതായത് ബാംഗ്ലൂർ സ്ട്രീറ്റാക്കി മാറ്റുകയായിരുന്നു. അകത്ത് രണ്ട് വശത്തുള്ള 4 നില ബിൽഡിങ്ങുകളും നമ്മൾ ഉണ്ടാക്കുകയായിരുന്നു. അത് എത്ര കാലം എടുത്ത് ആ ഒരു സ്ട്രീറ്റൊക്കെ സെറ്റ് ഇടാനായിട്ട്? അതൊരു 3 മാസത്തോളം എടുത്തു. ജഗദീഷ് സൈക്കിളില് പോയി അഭ്യാസം കാണിക്കുന്നത് എല്ലാ സെറ്റിലായിരുന്നു. അത് ദീർഘമായ യാത്ര പോലെ നമുക്ക് ഫീൽ യാത്ര പോലെ. അതുപോലെ ഈ ആര്യൻ പോലുള്ള സിനിമകൾക്ക് സെറ്റിന്റെ ആവശ്യം വന്നിട്ടുണ്ടോ? ആര്യൻ ബോംബെയിലല്ലേ കൂടുതൽ? ആര്യൻ ബോംബെയിലായിരുന്നു. ബോംബെയിൽ അത് അങ്ങനെ ചെറിയ തോതിലുള്ള സെറ്റുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ വലിയ പക്ഷെ ബോംബെ നഗരത്തില് സ്ട്രീറ്റ് അത് തന്നെ സ്ട്രീറ്റുകളൊക്കെ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കുമായിരുന്നോ? ഒരു ഗിമ്മിക്സ് വർക്ക് പോലെ അങ്ങ് ചെയ്താൽ. കാരണം അതൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മളത് സാധാരണ എല്ലാവരെ കൊണ്ടും പറ്റാത്തത്. നമ്മൾ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആ ട്രാഫിക് ജാമൊക്കെ എടുക്കുന്നത് വളരെ ഒരു പ്ലാൻഡായിട്ട് ചെയ്തുകൊണ്ട് നടന്നതാണ്. അല്ലെങ്കിൽ അങ്ങ് നടക്കുകയാണ്. അതൊക്കെ ശരിക്കുള്ള സ്ട്രീറ്റിൽ തന്നെ ട്രാഫിക് ജാം ശരിക്കുള്ള സ്ട്രീറ്റിൽ തന്നെ. പക്ഷെ വളരെ വിജയകരമായിട്ട് ആ ഷോട്ട്സ് ഒക്കെ എടുക്കാൻ പറ്റിയെന്നുള്ളൊരു സത്യമാണ്. കാലത്ത് ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണല്ലോ ചിത്രം. അതെ അതെ, ചിത്രത്തിലും വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ചിത്രത്തിന് നമ്മൾ വാഹിനി സ്റ്റുഡിയോയിൽ മറ്റേ സെറ്റ് ഇട്ടെടുത്താകും. അത് ആ ഫുൾ ഫ്ലോർ സെറ്റ് ബംഗ്ലാവ് സെറ്റാണത്. സെറ്റിലാണ് അത് വർക്ക് ചെയ്തത്. പിന്നെ കുറേ നമ്മൾ ഊട്ടിയിൽ അതിൻ്റെ ഔട്ട്ഡോറുകളൊക്കെ ഊട്ടിയിൽ സെറ്റ് ഇട്ടിട്ട് ആണ് അതിന് വർക്ക് ചെയ്തത്. അതിൻ്റെ ഔട്ട്ഡോറെല്ലാം വർക്ക് ചെയ്തത്. ബാക്കി ഇൻഡോർ നമ്മൾ വിജയവാഹിനിയിൽ ഫ്ലോറിൽ സെറ്റിട്ടാണ്. അത് 2 നിലയൊക്കെ ഉള്ളൊരു വീടായിട്ട്. അതെ 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 അതെ, അതൊരു ഫുൾ ഫ്ലോറിനകത്ത് നിറച്ചുള്ളൊരു സെറ്റായിരുന്നു. അതെ അതെ, അന്നത്തെ കാലത്തെ ഒരു വലിയ സെറ്റായിരുന്നു അത്. അതെ. അതൊക്കെ ചെയ്യാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും? അതൊക്കെ 3-4 മാസം എടുക്കും അങ്ങനെ ചെയ്തു വരാനായിട്ട്. കിലുക്കം അവിസ്മരണീയമായ ഒരു വർക്കായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? കാരണം അതിനകത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ധാരാളം സെറ്റ് വർക്കുകൾ വേണ്ടി വന്നൊരു സിനിമയാണെന്ന്. കിലുക്കം നമ്മൾ ഊട്ടിയിലാണ് വർക്ക് ചെയ്തത്. ഞാനും പ്രിയനും കൂടെ കൂടിയിട്ട് ഊട്ടിക്ക് പോന്നു. ഒരു കറക്കം കറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നമുക്ക് എന്നെ വിളിച്ചിട്ട് നമുക്ക് സെറ്റിട്ടാലോ. സെറ്റിടാനായി 2 വലിയ വീടുകളാണ്. അല്ല 2 ദിവസത്തിനകം ഷൂട്ട് തുടങ്ങാൻ പിറ്റേൻ്റെ ഷൂട്ടിങ് തുടങ്ങുക. ഞാൻ പറഞ്ഞു 2 ദിവസം എങ്ങനെ സെറ്റിടാൻ? ഇത് മാജിക്കാണ്. വെള്ളാനകളുടെ നാട്ടിൽ റോളർ താഴോട്ട് ഇറക്കി കൊണ്ടുപോകുന്ന ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്ന സീലെടുക്കുകയാണ്. അപ്പം റോളറിനൊരു സ്പീഡുണ്ട്, ഒരു മാക്സിമം സ്പീഡ് കൂടുകയാണ്. ക്യാമറമാൻ പറഞ്ഞ് സ്പീഡ് പോരാ, നല്ല ഇറക്കത്തിൽ ഈ റോളർ ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്ന സംഭവം ഒരു സ്പീഡ് വേണമെന്ന് പറഞ്ഞു. കൺട്രോൾ പോയി പോകുന്ന പോലെയാണല്ലോ. അതെ 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 അതെ. അങ്ങനെ ഈ റോളറിൻ്റെ ഗിയറിൽ നിന്നുള്ള കണക്ഷൻ പിടിച്ചു. ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതങ്ങ് പോവല്ലോ, പിന്നെ പിടുത്തം കിട്ടില്ല. എവിടെയാണ് നിൽക്കുന്നത് എന്താ നിൽക്കുന്നത് പറയാൻ പറ്റില്ല. അവർ തൊട്ട് താഴെ ഒരു വീട്, വളവിലൊരു വീട് കൊണ്ട്. അതാണ് വേണുനാഗവള്ളിയുടെ തന്നെ ഈ എ ഓട്ടോ എന്ന സിനിമയിൽ ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ അതെ. പാട്ടിൻ്റെ ഒരു ബിഗിനിങ്ങിലാണ് ഈ ഓട്ടോറിക്ഷ ഫ്ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവം എടുക്കാനായിട്ട്. അപ്പൊ ഇത് എവിടെ വെച്ചാൽ ഈ വിമാനം ഉണ്ടാക്കുന്നത്? അത് നമ്മൾ കോഴിക്കോട് അവിടുത്തെ ഒരു ഹോട്ടലിൽ തന്നെ ഇട്ടാണ് ഉണ്ടാക്കിയത്. 4 ഓട്ടോറിക്ഷയുടെ നീളം ഉണ്ടായിരുന്നു. 40 അടിയോളം വരും. വലിയ പ്ലാൻ ചെയ്തെല്ലാം ഊരിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് സെൻറ്റർ മാത്രം ഓടിച്ചോണ്ട് പോയി. കൊണ്ടുപോകുന്ന സമയത്ത് വഴി മുഴുവൻ ആൾക്കാർ നോക്കി നിൽക്കുകയാണ്. ഇത് വിമാനം വഴികൂടെ ഓടി വരികയെന്ന് അന്ന് ചരിത്രമാണ്. 11 മണിയായപ്പോൾ അവിടെ ചെന്നപ്പം ഒരു 2 ലക്ഷം പേര് ഇതിൻ്റെ ചുറ്റും നിൽക്കുക. ഈ മൈതാനം നിറച്ച്. ഈ സതയത്തിൻ്റെത് പൂർണ്ണമായിട്ട് സെറ്റല്ലല്ലോ, കുറേ ജയിൽ തന്നെ, കുറേ അധികം ജയിൽ ഭാഗങ്ങളാണ് ഷൂട്ട് ചെയ്തത്. ഏത് ജയിലിലായിരുന്നത്? കണ്ണൂരുള്ള ശൈലി. അതേ റിപ്പർ താമസിച്ച അതേ റൂമിൽ തന്നെയാണ് ലാല് താമസിച്ചത്. അതൊരു നമുക്കെല്ലാം പറയുകയും ചെയ്തു. എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു. അതായത് തൂക്ക് വിധിച്ചവരെ മാത്രം താമസിപ്പിക്കുന്ന. അതെ അതെ.